ഇപ്പോൾ ഐഫോൺ 15 സീരീസിലൊക്കെ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽ അല്ലാന്നുണ്ടെങ്കിൽ 24 മെഗാ പിക്സലായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഐഫോൺ 15 സീരീസിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ 12 മെഗാ പിക്സൽ അല്ലാന്നുണ്ടെങ്കിൽ 24 മെഗാ പിക്സലാക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 24 മെഗാ പിക്സലിൽ ഇടാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ കൂടുതൽ ഫയൽ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഫയൽ സൈസ് കുറച്ചും കൂടി ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ 12 മെഗാ പിക്സലും സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ അതിൽ നമുക്ക് ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, 12 മെഗാ പിക്സലും അതല്ലാന്നുണ്ടെങ്കിൽ 24 മെഗാ പിക്സലും. ഇപ്പം നിങ്ങൾക്ക് 12 മെഗാ പിക്സൽ മതി എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഫയൽ സൈസ് കുറച്ച് കുറയുന്നതായിരിക്കും. അതല്ല കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ 24 മെഗാ പിക്സലാക്കി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഐഫോണിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോട്ടോ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.